തൃശൂർ പൂരത്തെക്കുറിച്ചുള്ള സ്മരണകൾ പങ്കുവയ്ക്കുകയാണ് മൂന്ന് പ്രമുഖർ. റിയാസ് KMR തയ്യാറാക്കിയ വാർത്ത കാണാം. ചെറുപ്പത്തിലൊരു ഓർമ്മയുണ്ടാവുമല്ലോ, പൂരം ഓർമ്മകൾ, അതെങ്ങനെയാണ്? എന്റെ മുത്തച്ഛൻ ഇവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ജീവനക്കാരനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ഒരു ഓർമ്മയാണ്. പണ്ട് കാലത്ത് സ്ത്രീകൾ പൂരത്തിന് ഒരുപാടൊന്നും വരാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഞാൻ മേയറും കളക്ടറായിട്ടൊരു വനിതയും കൂടി വന്നപ്പോഴാണ് ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഗാലറി ഒരുക്കിയത്. ഇപ്പോൾ സമീപ വർഷങ്ങളിലായിട്ട് ധാരാളം സ്ത്രീകൾ പൂരത്തിന് വരുന്നുണ്ട്. തൃശ്ശൂരിന്റെ അഭിമാനമായിട്ടുള്ള വിജയേട്ടനുണ്ട്. വിജയേട്ട, എങ്ങനെയാണ് പൂരത്തിന്റെ ഓർമ്മകൾ? അല്ല, പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരൊരു അഹങ്കാരമാണ്. അത് വേറെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഇത് കിട്ടുന്നത്. കാരണം പൂരപ്പത് തുടങ്ങി ഇന്നലെ പോലെ തുടങ്ങി. പിന്നെ 2 ദിവസം ഞങ്ങൾ പൊള്ളി തന്നെ ആയിരിക്കും. തകർക്കും. രാജേട്ടന്റെ ഓർമ്മകൾ? നമ്മള് കോളേജ് കാലം മുതൽ 10-35 വർഷക്കാലം ഈ പൂരപ്പറമ്പ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി യുവജനകാലം മുതൽ കാഴ്ചയ്ക്കും അലഞ്ഞു തിരിയാനും സൗഹൃദങ്ങൾ പൂക്കാനും ഒക്കെയുള്ള ഭയങ്കര ഇടാണ്. ഇവിടുത്തെ ഓരോ ചെറുതരിക്കും ഓരോ വിശേഷം പറയാനുണ്ട്. കഴിഞ്ഞ ഞങ്ങളുടെയൊക്കെ കോളേജ് കാലത്ത് ഞങ്ങൾ വന്നു നിൽക്കാറുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇത്തവണ പൂരത്തിന് വെടിക്കെട്ട് കാണാൻ തുറന്നു കൊടുക്കുന്ന ഈ പത്തായപ്പുരയും കറണ്ട് ബുക്സും എന്നൊക്കെ പറഞ്ഞാൽ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് എത്തി അവസാനത്തെ പൊരിയും കണ്ട് തിരിച്ചു പോകേണ്ട സ്ഥലങ്ങളാണ്. കുറെ കാലമായിട്ട് അതൊന്നും ജനങ്ങൾക്ക് കാണാൻ പറ്റാറില്ല. ഇത്തവണ നന്നായി കാണാൻ പറ്റുന്ന അനുഭവമുണ്ട്. എന്തായാലും പൂര ഓർമ്മകൾ ഒരു ഗൃഹാതുരത്താണ്. ശരിക്കും ഈ തൃശ്ശൂരിനൊരു സാംസ്കാരിക പൈതൃകം നേടിയെടുക്കാൻ കഴിയുന്നത് ഈ പൂരം വലിയ ഘടകമല്ലേ? പൂരവും പുലിക്കളിയും ഒക്കെ തൃശ്ശൂരിന്റെ സാംസ്കാരിക മേഖലയുടെ ഒരു പ്രതിഫലനമാണ്. അതാത് ദേശക്കാരുടെ കൂട്ടായ്മകൾ ഉറപ്പിച്ചുകൊണ്ട് ഘടകപൂരങ്ങൾ ഇവിടെ ഈ നഗരമധ്യത്തിലേക്ക് വടക്കുന്നാഥന്റെ ഈ തേക്കിൻകാട് മൈതാനത്തിലേക്ക് വരുന്നു. അപ്പൊ അതാത് ദേശങ്ങൾക്കുള്ളിൽ വലിയ കൂട്ടായ്മ ഉണ്ടാകുന്നു. അങ്ങനെ മനുഷ്യരുടെ പരസ്പര ബന്ധമാണ് ഇതിന്റെ അടിത്തറ. തൃശ്ശൂരിന്റെ അഭിമാനമായിട്ടുള്ള 3 മനുഷ്യർ അവരുടെ പൂരം ഓർമ്മകൾ കേരള വിഷൻ ന്യൂസിനോട് പങ്കുവച്ചത്. ഇനിയും ഒരുപാട് പൂരവിശേഷങ്ങളുമായി ആളുകൾ എത്താനുണ്ട്. അവരിലേക്ക് നമുക്ക് വൈകാതെ എത്താൻ സാധിക്കും.